യുവനടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ മുൻകാല പെരുമാറ്റങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ചലച്ചിത്ര രംഗത്തുള്ളവർ രംഗത്ത്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന് കോടതി ജാമ്യം നിഷേധിക്കുകയും പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുതിർന്ന നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് പരസ്യമായി മർദ്ദിച്ചുവെന്ന ഗുരുതരമായ ആരോപണം സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത്. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മുതിർന്ന നടന്റെ മുഖത്തടിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനെ രഞ്ജിത്ത് വിമർശിച്ചപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തമാശ രൂപേണ നൽകിയ മറുപടി രഞ്ജിത്തിനെ പ്രകോപിപ്പിച്ചു. ഇതേ തുടർന്ന് വന്ധ്യവയോധികനായ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കരണത്ത് രഞ്ജിത്ത് അടിക്കുകയും നിലത്തു വീണ അദ്ദേഹത്തെ കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. അവശനായിരുന്ന ആ വൃദ്ധൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ന് ലൊക്കേഷൻ വിട്ടതെന്ന് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. ലൊക്കേഷനിൽ ഏതാനും ദിവസങ്ങൾ ഞാനുണ്ടായിരുന്നു. ചെറിയ വേഷവും ചെയ്തു. ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റയടി. ആ അടി കൊണ്ട് അദ്ദേഹം കറങ്ങി നിലത്ത് വീണു. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ നിറക്കണ്ണുകളാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും അത് വലിയ ഷോക്കായിപ്പോയി. പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അത് മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ മാനസികമായി തളർന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ കളിയും ചിരിയും മാഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. സെറ്റിൽ വന്നാൽ എല്ലാവരെയും ചിരിപ്പിച്ച് തമാശ പറയുന്ന ആളായിരുന്നു. അതൊന്നും ഞാൻ പിന്നീട് കണ്ടില്ല. അതിൽ നിന്നും മുക്തി നേടാൻ അദ്ദേഹത്തിന് ഏറെ നാൾ വേണ്ടി വന്നു. ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. മലയാള സിനിമയിലെ മാടമ്പി അഴിയണുകയാണെന്നും ഇത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശാപമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സിനിമ മാത്രമല്ല വിനോദോപാധി. പീഡനവും വിനോദോപാധിയായി മാറ്റിയ സംവിധായകൻ മലയാള സിനിമയിലെ മാടമ്പി. ഇന്നയാൾ അഴിയെണ്ണുന്നു. ഇത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശാപമോ അതോ നിസ്സഹായരായ സ്ത്രീകളുടെ കണ്ണുനീരിന്റെ ഫലമോ? ആലപ്പി അഷ്റഫ് ചോദിക്കുന്നു. അതേസമയം ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി സംവിധായകൻ രാമസിംഹൻ ആരോപിച്ചു. കോഴിക്കോട് വെച്ച് നടത്തിയ സ്റ്റേജ് ഷോയിലൂടെ ഏകദേശം 1.5 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗിക കണക്കിൽ 1 കോടി മാത്രമാണ് കാണിച്ചത്. ഇതിൽ 50 ലക്ഷം രൂപ മാത്രമാണ് പുത്തഞ്ചേരിയുടെ കുടുംബത്തിന് നൽകിയത്. ബാക്കി തുക എവിടെ പോയി എന്നതിന് വ്യക്തമായ കണക്കില്ല. ഇതിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർത്തുവെന്ന് രാമസിംഹൻ പറയുന്നു. നടി ശാന്താദേവിക്ക് വാഗ്ദാനം ചെയ്ത 5 ലക്ഷം രൂപ അവർ മരിക്കുന്നതുവരെ നൽകിയില്ലെന്നും രാമസിംഹൻ ആരോപിക്കുന്നു. തിരക്കഥാകൃത്ത് ടി.എ. റസാഖിന്റെ കുടുംബത്തിന് വീട് നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ചതായും പിന്നീട് നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കുറഞ്ഞ തുകയെങ്കിലും നൽകാൻ തയ്യാറായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM ഭരണത്തിന്റെ തണലിൽ സർവാധികാരിയായി വാണിരുന്ന രഞ്ജിത്തിന്റെ വീഴ്ച നീതിയുടെ വിജയമാണെന്ന് ചലച്ചിത്ര രംഗത്തുള്ളവർ തന്നെ പറയുന്നു. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ചൊവ്വാഴ്ച രാത്രി അറസ്റ്റിലായ അദ്ദേഹത്തെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയെങ്കിലും തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയതിനെ തുടർന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരും ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ അഭിഭാഷകർ ഹാജരായിട്ടും രഞ്ജിത്തിന് താൽക്കാലികമായി ജാമ്യം ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. പോലീസിന്റെ പക്കൽ വ്യക്തമായ തെളിവുകൾ ഉള്ളതിനാലാണ് കസ്റ്റഡിയിൽ വിട്ടതെന്നാണ് വിവരം.